Good morning, my dear students, my dear Mcom students. നമ്മൾ Mcom ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ദ സെൻറ്റ് ജോസഫ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ദെൻ നമ്മൾ സബ്ജക്റ്റുമായിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ഈ രണ്ട് വാക്കുകളും നിങ്ങൾ വളരെയധികം കേട്ടിട്ടുള്ള ഒരു വാക്കാണ്, രണ്ട് വാക്കുകളാണ് അല്ലേ? ആണ്. നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി കാലഘട്ടത്തിൽ ബികോമിന് പഠിക്കുന്ന സമയത്ത് പല സെമസ്റ്ററുകളിലായിട്ട് കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ചും ബിസിനസ് എത്തിക്സിനെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇൻ യുവർ ഫസ്റ്റ് സെം ഇറ്റ് സെൽഫ് യു ഹാവ് സ്റ്റഡീഡ് വാട്ട് ഈസ് ബിസിനസ് എത്തിക്സ് അല്ലേ? ബിസിനസ് മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് അവിടെ ബിസിനസ് എത്തിക്സ് എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫോർത്ത് സെമ്മിന് പഠിക്കുന്ന സമയത്ത് കോർപ്പറേറ്റ് റെഗുലേഷൻസ് പഠിക്കുന്ന സമയത്ത് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്നുള്ളതും നിങ്ങൾ പഠിച്ചു. സോ ഈ രണ്ട് വാക്കുകളും രണ്ട് കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അതേസമയം അതിൽ നമ്മൾ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എന്ത് ചെയ്യാൻ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഐ ആം ഷെറീന ജോണി. ഐ ആം ടേക്കിംഗ് ദ സബ്ജക്റ്റ് കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് ഫോർ യു. സോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഓൾ ഓഫ് യുവർ Mcom സ്റ്റുഡൻസ് നൗ, നിങ്ങളുടെ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞു, നിങ്ങൾ Mcom കുട്ടികളായിട്ട് മാറിയിരിക്കുകയാണ്, PG കുട്ടികളായിട്ട് മാറിയിരിക്കുകയാണ്. ദെൻ PGയുടെ ഒരു പ്രത്യേകത, പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ പഠന കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒരു പക്വത കാണിക്കേണ്ട ഒരു സമയമാണ്. നിർബന്ധിച്ച് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എപ്പോഴും പഠിപ്പിനെക്കുറിച്ച് ഉപദേശിച്ച് തരേണ്ടതോ ആയ പ്രായം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം നിങ്ങളുടെ അവസാനിച്ചു. ഇനി നിങ്ങൾ ഒന്നും കൂടി സീരിയസ് ആയി ഒന്നും കൂടി നല്ല രീതിയിൽ പഠനത്തെ കാണേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ PG കാലഘട്ടം. പണ്ടൊക്കെ PGക്ക് പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അവർ ലൈബ്രറിയിലായിരിക്കും അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, PGനെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ഏത് PG ആയാലും Mcom ആയാലും MSc ആയാലും MA ആയാലും കൂടുതലും റെഫറൻസുകളും കൂടുതലും പുറമേയുള്ള ബുക്കുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു പഠനവും ഒക്കെയാണ് PG കുട്ടികളുടെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിനെ മാത്രം ആശ്രയിക്കാതെ, ടെക്സ്റ്റ് ബുക്കും നോളജ് മാത്രം നോക്കാതെ കൂടുതലായിട്ട് പഠിക്കാനും കൂടുതലായിട്ട് അറിവ് സമ്പാദിക്കാനും കൂടുതലായിട്ട് വായിക്കാനും ഒക്കെ നിങ്ങൾ സമയം കണ്ടെത്തേണ്ട ഒരു അവസരമാണ് ഈ PG കാലഘട്ടം എന്ന് പറയുന്നത്. മാത്രമല്ല പലരും റിസർച്ചിന് വേണ്ടി നെറ്റ് എഴുതുന്നതിന് വേണ്ടി ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന, നമ്മുടെ PG കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം പ്ലേസ്ഡ് ആവേണ്ട ഒരു ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട സമയത്തിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. സോ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് നമ്മൾ കാണണം. നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും, സീരിയസ് ആയിട്ട് പഠനത്തെ കാണുന്ന കുട്ടികളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അതിൽ സംശയമൊന്നുമില്ല. എങ്കിൽ കൂടി ജസ്റ്റ് ആദ്യത്തെ ക്ലാസ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനായിട്ട് ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ PG ലൈഫ് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പഠിക്കുക, നല്ല രീതിയിൽ അറിവ് സമ്പാദിക്കുക, നന്നായി വായിക്കുക, സബ്ജക്റ്റ് റിലേറ്റഡായും പുറമേയുള്ള ഇൻഫർമേഷൻസും ഈ സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള അത് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ പ്രത്യേകിച്ചും പഠിക്കാനുള്ളതും അല്ലേ. സൊസൈറ്റിയായിട്ട് ബന്ധമില്ലാത്ത ഒരു കോൺസെപ്റ്റ് അല്ല നമ്മളിപ്പോൾ ഇവിടെ. അതിപ്പോൾ ഏത് സബ്ജക്റ്റ് എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അതേസമയം കൂടുതലൊരു റിലേഷൻഷിപ്പ് ഈ ഒരു സബ്ജക്റ്റിനുണ്ട് എന്ന് നമുക്ക് പറയാതെ വയ്യ. കോർപ്പറേറ്റ് ഗവേണൻസും ബിസിനസ് എത്തിക്സും രണ്ടും വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ്.
ബിസിനസ് എത്തിക്സ് ഇല്ലാതെ കോർപ്പറേറ്റ് ഗവേണൻസ് ഇല്ല. കോർപ്പറേറ്റ് ഗവേണൻസ് നടക്കണമെങ്കിൽ ബിസിനസ് എത്തിക്സ് വേണം, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും സൊസൈറ്റിയുടെ പ്രശ്നങ്ങളിൽ ഇൻവോൾവ് ചെയ്യാനും സൊസൈറ്റിയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ ഈ രണ്ട് കോൺസെപ്റ്റുകളും നമുക്ക് അത്യാവശ്യമാണ്. പ്രാക്ടിക്കൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് രണ്ട് തിയറി ആയിട്ട് അല്ലെങ്കിൽ രണ്ട് കോൺസെപ്റ്റുകളായിട്ട് നമ്മൾ പഠിക്കുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു. എങ്കിലും അത് പ്രാക്ടിക്കൽ ലൈഫിൽ അത് എത്തിച്ചേരുമ്പോൾ തീർച്ചയായിട്ടും അത് സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന രണ്ട് കോൺസെപ്റ്റുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതിൽ ആദ്യം എനിക്ക് തോന്നുന്നു കോർപ്പറേറ്റ് ഗവേണൻസിനേക്കാളും കുറച്ചും കൂടെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് എത്തിക്സ് ആണ്, അല്ലേ? നിങ്ങൾ എന്താണ് ബിസിനസ് എത്തിക്സ് എന്ന് നിങ്ങൾക്കറിയാം. എത്തിക്സ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് എത്തിക്സ്? എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവെയർനെസ് റിഗാർഡിംഗ് ദ ഡൂസ് ആൻഡ് ഡോൺസ് ഇൻ അവർ ലൈഫ് ആൻഡ് എസ്പെഷ്യലി ഇൻ എ ബിസിനസ് കൺസേൺ, ദാറ്റ് ഈസ് എത്തിക്സ് ഓർ ബിസിനസ് എത്തിക്സ്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അവെയർനെസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? എത്തിക്സ് എന്ന് വിളിക്കുന്നത്. ആ ഒരു എത്തിക്സ് നമ്മൾ ബിസിനസ് കൺസേണിൽ നമ്മൾ പ്രാക്ടിക്കലാക്കുമ്പോൾ, ബിസിനസ് കൺസേണിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ബിസിനസ് എത്തിക്സ്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ഫോർ ദ ഗുഡ് കണ്ടക്ട് ഓഫ് എ ബിസിനസ് ഓർഗനൈസേഷൻ, അല്ലേ? ഒരു ഓർഗനൈസേഷൻ്റെ ഒരു ലോങ് ടേം ഇൻട്രസ്റ്റിനെ മുൻനിർത്തിക്കൊണ്ടാണ് പലപ്പോഴും ഈ ബിസിനസ് എത്തിക്കൽ പ്രാക്ടീസസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. ആൻഡ് വി ഷുഡ് പ്രൊവൈഡ് ആൻഡ് വി ഷുഡ് മാനുഫാക്ചർ quality goods, at the same time quality services also, and it should be provided and it should be distributed to our customers at right prices or reasonable prices. At the same time we should keep our employees satisfied, and good remuneration should be given to them, and they should not be exploited. At the same time our resources, money, material, likewise our labor force, all these resources should be utilized at the maximum or optimum extent, and we should not do any harm or any that like practices towards our general public, towards our customers, towards our suppliers. And we should also prepare the right type of accounts without any manipulations, without any type of fraud in it. So we can present the right information to the persons, to the shareholders. Okay, so these are the common ethical practices to be followed inside the business organization. അല്ല, അപ്പോൾ ബിസിനസ് എത്തിക്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. ബിസിനസ്സിലല്ലെങ്കിലും ഈവൺ ഇൻ അവർ പേഴ്സണൽ ലൈഫ് വി ആർ ഫോളോയിങ് സം എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, അല്ലേ? വി ഷുഡ് അബൈഡ് ബൈ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് അവർ സൊസൈറ്റി, ദ ജനറൽ പബ്ലിക്, so that we are adhering to all this type of ethical practices. Okay, so ബിസിനസ്സിനെ കുറിച്ച്, ബിസിനസ് എത്തിക്സിനെ കുറിച്ച് നമ്മളെല്ലാവരും ബോധവാന്മാരാണ്. ആൻഡ് വാട്ട് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്? എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന സംഭവം? കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മീനിങ് എന്താണ്? മീനിങ് മീൻസ് ഗവേണൻസ് ഓഫ് കോർപ്പറേറ്റ്സ്, ദാറ്റ് ഈസ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്കതിനെ അങ്ങനെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നിർവചിക്കാനായിട്ട് സാധിക്കുക. ദാറ്റ് ഈസ് ഗവേണൻസ് ഓഫ് കോർപ്പറേറ്റ്സ്. കോർപ്പറേറ്റുകളെ നമ്മൾ ഗവേൺ ചെയ്യുക. എന്തുകൊണ്ട് നമുക്ക് ഗവേൺ ചെയ്യേണ്ട ഒരു ആവശ്യകത വരുന്നു? ബിക്കോസ് when this concept of corporate governance has been emerged, some of the important issues, some of serious issues were prevalent inside the business, various types of business organizations. So that അതൊരു എന്താ പറയുക, ഒരു നെസസിറ്റി ആയിട്ട് മാറുകയായിരുന്നു. എന്ത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ഇഷ്യൂസ്. കോർപ്പറേറ്റ് ഗവേണൻസ് ഏകദേശം 2013 കമ്പനീസ് ആക്ടിൻ്റെ ഒരു പിൻബലത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 2013 കമ്പനീസ് ആക്ടിലാണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ആ ഒരു വലിയൊരു മഹാസംരംഭത്തിന് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? തുടക്കമിട്ടിട്ടുള്ളത്. അത് വലിയൊരു അമെൻമെൻ്റാണ് എന്തിലൂടെ നടത്തപ്പെട്ടത്? 2013 ആക്ടിലൂടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. കമ്പനികളെ എങ്ങനെ നമുക്ക് സുഗമമായി സുതാര്യമായി
എഫിഷ്യൻ്റായിട്ട് നടത്തിക്കൊണ്ടു പോകാം എന്ന് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് നമ്മൾ 2013 കമ്പനീസ് ആക്ട് എന്ത് ചെയ്തത് ഉണ്ടാക്കിയത്. അവിടെ ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ത് ചെയ്യപ്പെടുകയുണ്ടായി, ഫോം ചെയ്യപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് അവിടെ നമുക്ക്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് നമ്മൾ പറഞ്ഞു. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ governing the corporates or governing the companies so that everything and all functions inside the business organizations are conducted for the welfare of the stakeholders. And who are stakeholders? ആരാണ് stakeholders? Stakeholders are those persons or institutions who have direct or indirect relationship or direct or indirect interest with the business organizations. So they are called as stakeholders. So കമ്പനികളിൽ നടക്കുന്ന ബിസിനസ് ഓർഗനൈസേഷനുകളിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും എന്തിനെ ഉന്നം വെച്ചുകൊണ്ടുള്ളതായിരിക്കണം? സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വെൽഫെയർ എന്ന് പറയുമ്പോൾ പലർക്കും അത് പല രീതിയിലായിരിക്കും. അതായത് നമുക്ക് ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു വലിയൊരു വിഭാഗമാണ്, വലിയൊരു പാർട്ടാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ തൃപ്തിപ്പെടുത്തണം. എപ്പോഴാണ് ഷെയർ ഹോൾഡേഴ്സിനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കുക? അവരുടെ ഷെയറിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ, അതായത് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ നടക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് റീസണബിൾ ആയിട്ടുള്ള ഡിവിഡൻഡ് എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ലൈക്ക് വൈസ് അതൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സിനോട് ചെയ്യാനുള്ള നമ്മുടെ എന്താ പറയുക നല്ല രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എംപ്ലോയീസിന് നല്ല സാലറി നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക. മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ടുകൾ നല്ല രീതിയിൽ അത് ഉണ്ടാക്കുകയും വേറെ തിരിമറികളൊന്നും ഇല്ലാതെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അതോടൊപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ അഡൾട്രേഷൻ ഇല്ലാതെ, വേറെ should not cause that much harm to the health and hygiene of our customers. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു വിധം ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് നമുക്ക് എന്ത് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും വലിയ കുഴപ്പമൊന്നുമില്ലാതെ, വലിയ ഹിൻഡ്രൻസുകളൊന്നും ഇല്ലാതെ, മോസ്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിൽ നടത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടെന്ന് നമുക്ക് പറയാം. കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയും. ഇതുതന്നെയാണ് എത്തിക്സിലും നമ്മൾ പറയുന്നത്. എത്തിക്സ് ഉണ്ടെങ്കിലാണ് ഇപ്പോൾ കസ്റ്റമേഴ്സിനോട് നല്ലത് ചെയ്യണം, കസ്റ്റമേഴ്സിനെ ദ്രോഹിക്കരുത്, അവൻ്റെ ശരീരത്തിനോ അല്ലെങ്കിൽ മനസ്സിനോ കേടുവരുന്ന പ്രൊഡക്റ്റുകളോ സർവീസുകളോ നമ്മൾ കൊടുക്കരുത് എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ പ്രാക്ടീസാണ്. ആ ഒരു എത്തിക്കൽ പ്രാക്ടീസ് ഉണ്ടെങ്കിലേ എന്തവിടെ നടക്കുള്ളൂ, കോർപ്പറേറ്റ് ഗവേണൻസ് അവിടെ എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. നമ്മുടെ എംപ്ലോയീസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം, അവർക്ക് റീസണബിൾ ആയിട്ടുള്ള സാലറി കൊടുക്കണം, അവരെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല എന്ന് പറയുന്നത് എത്തിക്കൽ പ്രാക്ടീസാണ്. അതേസമയം ഈ എത്തിക്കൽ പ്രാക്ടീസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴാണ് അതെന്തായിട്ട് മാറുക, കോർപ്പറേറ്റ് ഗവേണൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത് രണ്ടും, കോർപ്പറേറ്റ് ഗവേണൻസും ബിസിനസ് എത്തിക്സും ഒന്നിനോടൊന്ന് ചേർന്ന് കിടക്കുന്ന രണ്ട് കോൺസെപ്റ്റുകളായിട്ട് പഠിക്കണം. അതേസമയം നമ്മൾ തിയറി പഠിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. തിയറിയിൽ ഒരുപാട് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ തിയറീസും ബിസിനസ് എത്തിക്സിൻ്റെ തിയറീസും അതിൻ്റെ ഇപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞു 2013 കമ്പനീസ് ആക്ട്, അതിനിപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റീസ് ഒരുപാട് ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ കമ്മിറ്റീസിൻ്റെ വിലയിരുത്തലുകൾ, അതിനോടനുബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ള റെക്കമെൻഡേഷൻസുകൾ, ഇതൊക്കെയാണ് അവിടെ കോർപ്പറേറ്റ് ഗവേണൻസിന് നമ്മൾ പഠിക്കുന്നത്. ഇനി ഇവിടെ പറയാനുള്ളത് നിങ്ങളുടെ Mcomൻ്റെ ഈ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ഒരു ഫുൾ സിലബസ് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് 5 മൊഡ്യൂളുകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 4 മൊഡ്യൂളിലും കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അവസാനത്തെ ഒരൊറ്റ മൊഡ്യൂളിൽ മാത്രമേ, അതായത് 5ാമത്തെ മൊഡ്യൂളിൽ മാത്രമേ നമ്മൾ എന്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുള്ളൂ അല്ലെങ്കിൽ പഠിക്കുന്നുള്ളൂ, ബിസിനസ് എത്തിക്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുള്ളൂ. സോ ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് എന്തിനു തന്നെയാണ്, കോർപ്പറേറ്റ് ഗവേണൻസിന് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് ആ സിലബസിലൂടെ ഒന്ന് പോയി നോക്കാം. അതിൽ ഞാൻ പറഞ്ഞു 5 മൊഡ്യൂളുകളാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യത്തെ മൊഡ്യൂൾ 1 അവിടെ കൊടുത്തിരിക്കുന്നത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഇവല്യൂഷൻ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, മേജർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് കോർപ്പറേറ്റ് ബോഡി ആൻഡ് ദെയർ ഗോൾസ്, കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഓഫ് കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം, എങ്ങനെയാണ്
എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് എങ്ങനെയാണ് വിളിച്ചു കൂട്ടുന്നത്, ഏതൊക്കെ തരത്തിലുള്ള മീറ്റിംഗ് അവർക്ക് വേണ്ടി വിളിച്ചു കൂട്ടുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള തന്നെയാണെങ്കിലും അത് ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, ഒബ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ്, ഇത്രയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഇനി രണ്ടാമത്തെ മൊഡ്യൂളിൽ അവിടെ കുറച്ച് തിയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ തിയറീസും അതിൻ്റെ മോഡൽസും, അതുപോലെ തന്നെ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്, ലീഗൽ ഫ്രെയിംവർക്ക് ഓഫ് കോർപ്പറേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ ഇന്ത്യയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഒരു ലീഗൽ ഫ്രെയിംവർക്ക് എങ്ങനെയാണ്, അത് പ്രധാനമായും അവിടെ പഠിക്കേണ്ട ഒരു സ്ഥാപനം നിങ്ങൾക്കറിയാം അതേതായിരിക്കുന്നു. കോർപ്പറേറ്റ് ഗവേണൻസ് കേൾക്കുമ്പോൾ തന്നെ, എത്തിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ആദ്യത്തെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒരു സ്പെഷ്യൽ ആക്ട് പാസ്സാക്കി രൂപകൽപ്പന ചെയ്ത സെബി ആക്ട്, അല്ലെങ്കിൽ സെബി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. അപ്പോൾ സെബി ഗൈഡ് ലൈൻസ്, കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടി എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് സെബി കൊടുത്തിട്ടുള്ളത്. സെബി ഗൈഡ് ലൈൻസ് ആൻഡ് ക്ലോസ് 49 റിഫോംസ് ഇൻ കമ്പനീസ് ആക്ട്, സെക്രട്ടേറിയൽ ഓഡിറ്റ്, ക്ലാസ് ആക്ഷൻ, NCLT, ഇൻസൈഡർ ട്രേഡിംഗ്, റേറ്റിംഗ് ഏജൻസീസ്, ഗ്രീൻ ഗവേണൻസ്, shareholders activism, corporate governance in PSUs and banks, legislative framework of corporate governance and international perspective. International perspective എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രി വൈഡ് ആയിട്ടുള്ള ആ ഒരു ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ലീഗൽ ഫ്രെയിംവർക്കാണ് കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടി വിവിധ രാജ്യങ്ങളിൽ, അവിടെ കുറച്ച് രാജ്യങ്ങളെ കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്. UK, USA, ഓസ്ട്രേലിയ, ചൈന, റഷ്യ ആൻഡ് സൗത്ത് ആഫ്രിക്ക, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെ ലീഗൽ ഫ്രെയിംവർക്ക് കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടിയിട്ട് അവരെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ പഠിക്കുന്ന രണ്ടാമത്തെ മൊഡ്യൂളിൻ്റെ അവസാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. ഓക്കെ, ആൻഡ് വി ആർ ഗോയിങ് ടു ദ തേർഡ് മൊഡ്യൂൾ. തേർഡ് മൊഡ്യൂളിൽ ആണ് നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ കമ്പൽസറിലി അത് ഇനാക്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള വേരിയസ് കമ്മിറ്റീസ് ഓൺ കോർപ്പറേറ്റ് ഗവേണൻസ്, ഇൻ്റർനാഷണൽ ആൻഡ് ഇന്ത്യൻ കമ്പനീസ്. ഇൻ്റർനാഷണൽ കമ്മിറ്റീസിനെ കുറിച്ചും ഇന്ത്യൻ കമ്മിറ്റീസിനെ കുറിച്ചും അവിടെ പറയുന്നുണ്ട്. കുറച്ച് കമ്മിറ്റീസിൻ്റെ പേരുകൾ അവിടെ പറയുന്നുണ്ട്. ബ്ലൂ റിബൻഡ് കമ്പനി, കാഡ്ബറി കമ്മിറ്റി, ഗ്രീൻബറി കമ്മിറ്റി, കിങ്സ് കമ്മിറ്റി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ റിപ്പോർട്ട് ആൻഡ് ബിർള കമ്മിറ്റി, നാരായണമൂർത്തി കമ്മിറ്റി, ഇറാനി കമ്മിറ്റി, നരേഷ് കമ്മിറ്റി റിപ്പോർട്ട്, ഉദയ് കൊടാക് കമ്മിറ്റി റിപ്പോർട്ട്, കോർപ്പറേറ്റ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫ് remuneration, service contract of directors, financial reporting of activities of the company as per clause 49. Clause 49 is very important. Companies Act and clause 49 relating to this corporate governance and IFRS need importance and significance. ഇതൊക്കെയാണ് മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. And in the fourth module we are studying the important elements of corporate governance, എസ്പെഷ്യലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എങ്ങനെയായിരിക്കണം, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടേഴ്സ്, ഇതൊക്കെ പഠിച്ചിട്ടില്ലേ, ഓർമ്മ വരുന്നില്ലേ? ഇത് കേൾക്കുമ്പോൾ ഡയറക്ടേഴ്സ് ആരൊക്കെയാണ്, അവരുടെ ഡയറക്ടർ ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ്, അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ്, അവരുടെ റിട്ടയർമെൻറ്റ് അല്ലെ, അവരുടെ റിമൂവൽ, അവരുടെ അപ്പോയിൻമെൻറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എങ്കിലും ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, നോക്കുന്നു. ദ കോൺസെപ്റ്റ് ഓഫ് വിസിൽ ബ്ലോയിങ് ആൻഡ് ടൈപ്സ് ഓഫ് ബ്ലോവേഴ്സ്, വിസിൽ ബ്ലോവർ പോളിസി, ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പോളിസി റിലേറ്റിംഗ് ടു കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് വി ക്യാൻ സ്റ്റഡി ഇറ്റ് ഇൻ ലേറ്റർ. നാലാമത്തെ മൊഡ്യൂളിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആൻഡ് ഇൻ ദ ഫിഫ്ത്ത് മൊഡ്യൂൾ വി ആർ സ്റ്റഡി, ഞാൻ പറഞ്ഞു ആദ്യത്തെ 4 മൊഡ്യൂളും കോർപ്പറേറ്റ് ഗവേണൻസിനെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതേസമയം 5ാമത്തെ മൊഡ്യൂളിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിച്ച ബിസിനസ് എത്തിക്സ് നമ്മളവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അവിടെ മീനിങ്, സ്കോപ്പ്, ഇമ്പോർട്ടൻസ്, ഡൈമെൻഷൻസ്, റോൾ ഓഫ് എത്തിക്സ് ഇൻ ബിസിനസ് ലോ ആൻഡ് ethics and values, important ethical principles of business, the new management philosophy, ethics in business functional areas,
ഇൻറ്റഗ്രിറ്റി, സെയിൽസ്, HRM, മാനേജ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി, കോർപ്പറേറ്റ് എക്സലൻസ്, കോർപ്പറേറ്റ് കൾച്ചർ, styles and values of management, managerial cultural diversity in organization, building corporate image, knowledge workers and knowledge management. So these are the important points related to business ethics that is included in the 5th module. ഓക്കെ, അപ്പോൾ അവസാനത്തെ മൊഡ്യൂളിൽ ബിസിനസ് എത്തിക്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഓക്കെ, അപ്പോൾ 5 മൊഡ്യൂളുകളാണ് അവിടെയുള്ളത്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ ബിസിനസ് എത്തിക്സിനെ കുറിച്ചും അത്യാവശ്യം അത്രയും ബേസിക് അല്ലാത്ത രീതിയിൽ കുറച്ചെങ്കിലും യു ആർ Mcom സ്റ്റുഡൻസ്, PG സ്റ്റുഡൻസ്, ആ എത്തിക്സിനെ കുറിച്ചിട്ടുള്ള കുറച്ചും കൂടി ഒരു വിവരം നിങ്ങൾക്ക് വെപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ലാസ്റ്റ് മൊഡ്യൂൾ എന്ത് ചെയ്തിട്ടുള്ളത്, ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ കോർപ്പറേറ്റ് എത്തിക്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് നോളജ് ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ പുതിയ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ പുതിയ മേഖലകൾ ഏതൊക്കെയാണ്, പുതിയ പോളിസികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക. നിങ്ങൾക്ക് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പഠിച്ചു എന്നല്ലാതെ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഇംപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ കൊല്ലം വരെയും നമ്മൾ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളത് വിശദമായിട്ട് എന്ത് ചെയ്യണമെന്ന് മാത്രം പഠിക്കുന്നു മാത്രം. സോ ദീസ് ആർ ദ 5 ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾസ് റിലേറ്റിംഗ് ടു കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ്. ഈ സിലബസ് വായിക്കുമ്പോൾ എന്ത് തോന്നുന്നു, അത്യാവശ്യം പഠിക്കാനുണ്ട് അല്ലേ. ഇതൊരു നീള തിയറി സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ദർ ആർ സോ മെനി പോയിൻറ്റ്സ് യു ഹാവ് ടു സ്റ്റഡി ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ പോയിന്റുകളുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് നേരത്തെ പറഞ്ഞ വായന എന്ന് പറയുന്ന സംഭവം വായിച്ചാൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞത് വായനാശീലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും PG കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വേണ്ടൊരു സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് മനസ്സിലാക്കുക, പഠിക്കുക. ഇനി എന്താണ് നിങ്ങൾ കോർപ്പറേറ്റ് ഗവേണൻസിനോടനുബന്ധിച്ച് ഈ ഒരു സബ്ജക്റ്റിനോടനുബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വേണ്ട, ടെക്സ്റ്റ് ബുക്കിനെ ആശ്രയിക്കരുത് എന്നൊക്കെ പറഞ്ഞാലും പ്രാക്ടിക്കലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ പഠിക്കാനായിട്ട് പലപ്പോഴും സാധിക്കാത്ത അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് ബുക്ക് നമുക്കുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ബുക്ക്, കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന ബുക്ക്. അത് നിങ്ങളും വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ വേറെ എക്സൽ പബ്ലിഷേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇല്ല, നമുക്ക് അതിനെ ഒരു ബുക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ അല്ല. അവർ Mcom പബ്ലിക്കേഷൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ബുക്ക് നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കും എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പുറമേ നന്നായിട്ട് കളക്ട് ചെയ്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സെയിം പോയിൻറ്റ്സ് തന്നെയായിരിക്കും ഇതിലുണ്ടായിരിക്കുക. എങ്കിലും നിങ്ങൾക്കൊരു ഗൈഡ് എന്നുള്ള രീതിയിൽ നിങ്ങളത് ഉപയോഗിക്കണം. അതിനെക്കുറിച്ച് ഈ സബ്ജക്റ്റ് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം എന്നാണ് നിങ്ങളോട് എനിക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനുള്ളത്. ഓക്കെ, ആൻഡ് നമുക്ക് ആദ്യത്തെ ആ ഒരു മൊഡ്യൂളിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. അതായത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോർപ്പറേറ്റ് ഗവേണൻസിലേക്ക് പോകുന്നതിന് മുൻപായി അവർ എന്താണ് കോർപ്പറേറ്റുകൾ, നമ്മൾ പഠിച്ചിട്ടുള്ള ആ സെയിം ഡീറ്റെയിൽസുകൾ തന്നെയാണ് അവിടെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. എന്താണ് കോർപ്പറേറ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? കോർപ്പറേറ്റ് മീൻസ് റിലേറ്റിംഗ് ടു കമ്പനികളോട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ. കോർപ്പറേറ്റ് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ്. കമ്പനി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇനി എന്താണ് കമ്പനി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കമ്പനി? എവിടെയാണ് നിങ്ങളത് പഠിച്ചത്? കമ്പനി എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചത് നിങ്ങൾ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് നിങ്ങൾ 4th സെമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് കമ്പനികളെക്കുറിച്ച് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. ആൻഡ് എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി? ദർ ആർ സം ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റഡ് വിത്ത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് അല്ലേ. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കോമൺ പോളിസികൾ അല്ലെങ്കിൽ കുറേ കോമൺ ക്യാരക്ടറിസ്റ്റിക്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തിനായാലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു 6 ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ അറിയാം എങ്കിലും ജസ്റ്റ് ഞാൻ ആ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുമ്പോൾ ആ സെയിം പോയിൻറ്റ്സ് ഞാനിവിടെ ആവർത്തിക്കുന്നു എന്ന് മാത്രം. അറിയാവുന്ന പോയിൻറ്റ്സ് തന്നെയാണ് നിങ്ങൾക്ക്. ഫസ്റ്റ് വൺ, ഇറ്റ്സ് ആൻ ഇൻകോർപ്പറേറ്റഡ് അസോസിയേഷൻ. സെക്കൻഡ് വൺ, ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. ഇതൊക്കെ കേട്ടിട്ടുള്ള വാക്കല്ലേ അത്. തേർഡ് വൺ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഫോർത്ത് വൺ, പെർപെച്വൽ സക്സഷൻ. ഫിഫ്ത്ത് വൺ, കോമൺ സീൽ. സിക്സ്ത് വൺ, ലിമിറ്റഡ് ലയബിലിറ്റി. These are the most common characteristics of a company or a joint stock company. ഏതൊക്കെയാണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? That is first one, it's an incorporated association. And what do you mean by incorporation? Incorporation, simply we can call it as registration. And almost all companies are registered under any act or any statute etc. അല്ലേ. സാധാരണ രീതിയിൽ കമ്പനീസ് എന്ന് പറയുമ്പോൾ രജിസ്റ്റേർഡ് കമ്പനീസ് ആയിരിക്കും. ആൻഡ് നവേ ഡേയ്സ് വി ആർ ഫോളോയിങ് 2013 കമ്പനീസ് ആക്ട്. ആ കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ രജിസ്ട്രേഷൻ എന്ത് പ്രൊസീജിയറാണോ പറഞ്ഞിട്ടുള്ളത് ആ പ്രൊസീജിയറിലൂടെ കടന്നുപോയി ഒരു നമ്മുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന രജിസ്ട്രാർ ആരാണോ ആ രജിസ്ട്രാറുടെ കയ്യിൽ നിന്നും രജിസ്ട്രേഷൻ കിട്ടാതെ ഒരു കമ്പനിക്കും എന്ത് ചെയ്യാൻ സാധിക്കില്ല, പ്രവർത്തിക്കാൻ സാധിക്കും. യു ഹാവ് സ്റ്റഡി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ്. ദർ ആർ പ്രൈവറ്റ്, പബ്ലിക്, likewise there are like chartered companies, statutory companies, one man company, one person company അല്ല, ഇങ്ങനെയൊക്കെ കുറേ കമ്പനികളുടെ പേരുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. സോ ദിസ് നവഡേയ്സ് കമ്പനീസ് ആക്ട് ഫോം ചെയ്തതിന് ശേഷം ചാർട്ടേർഡും സ്റ്റാറ്റ്യൂട്ടറിയൊക്കെ നമ്മൾ അതിൻ്റെ സ്പെഷ്യൽ ക്യാരക്ടറുകൾ എന്താണെന്ന് നമുക്കറിയാം. ഈ ഒരു ഒറിജിനലി കമ്പനീസ് ആക്ട് ഉണ്ടായത് എന്നാന്നുള്ളത് അറിയാം. എപ്പോഴാണ്? 1956 കമ്പനീസ് ആക്ട് ആയിരുന്നു ഒറിജിനലി ഉണ്ടായിട്ടുള്ളത്. അതിന് മുമ്പ് കുറേ എന്താ പറയുക ഇനാക്ട്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇതൊരു ആക്റ്റാക്കി പാസ്സാക്കിയത് 1956 അതിനുശേഷം ഒരുപാട് അമെൻമെൻറ്റുകൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ നിലനിൽക്കുന്നത് 2013 കമ്പനീസ് ആക്റ്റിലാണ്. അപ്പോൾ ആ ആക്റ്റിൽ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ടോ അതിനനുസരിച്ചിട്ടാണ് രജിസ്ട്രേഷൻ നടക്കുക. രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാലാണ് കമ്പനിക്ക് അതിൻ്റെ ഒരു വാലിഡിറ്റി കിട്ടുന്നുള്ളൂ. ആ രജിസ്ട്രേഷനെ നമ്മൾ കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതാണ് എന്ത് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന സംഭവം. ആ ഒരു ഇൻകോർപ്പറേഷനോട് കൂടിയിട്ടാണ് കമ്പനി യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, എക്സാജറേഷൻ ആണെങ്കിൽ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഈസ് ദ ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് എ കമ്പനി അല്ലെ. ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ആ ഒരു രജിസ്ട്രേഷനിലൂടെ ഫോം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അസോസിയേഷനാണ് എന്തെന്ന് പറയുന്നത് കമ്പനി. അതാണ് അതിൻ്റെ ആദ്യത്തെ ക്യാരക്ടറായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ, ഇറ്റ്സ് ഓൾസോ ഓൺലി ആൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, രണ്ട് വാക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ആണ്, ഇറ്റ് ഹാസ് നോ എൻറ്റിറ്റി, ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ എൻറ്റിറ്റി. സോ ഇൻ ദാറ്റ് സെൻസ് ഇറ്റ്സ് എ ആർട്ടിഫിഷ്യൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ കൂടി ഇറ്റ് ഹാസ് ലീഗൽ എക്സിസ്റ്റൻസ്. ലീഗലായിട്ട് അതിന് എന്തുണ്ട്, എക്സിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ഓൾവേസ് ഓൾ കമ്പനീസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ഇറ്റ്സ് നെയിം ഇറ്റ് സെൽഫ്. A company, B company, A and B company. So it has it means that it has a legal existence. Even though it has no physical existence, it has a legal existence. So that's artificial legal person. And next one, separate legal entity. Separate legal entity. And what do you mean by separate legal entity? Separate legal entity means that a company has a separate existence apart from its members, apart from its directors, etc. So that is known as separate legal entity. And next one is perpetual succession. And what is perpetual succession? Perpetual succession is a continuing succession or continuing
existence of a business concern, so that is perpetual succession. And next one, common seal is there. And what do you mean by common seal? Common seal is the, it's a authenticity of a business organization or a company. It can use a common seal. ആ ഒരു common seal അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ common seal അവരുടെ പേര്, അവരുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ പേര്, പർട്ടിക്കുലർ നമ്പർ അലോക്കേറ്റഡ് ടു ദാറ്റ് കമ്പനി, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഇറ്റ്സ് കോൾഡ് ആസ് ദ കോമൺ സീൽ. ആ കോമൺ സീലാണ് അവരുടെ ഒതൻറ്റിസിറ്റി അല്ലെങ്കിൽ ആ ഒരു അധികാരത്തെ സൂചിപ്പിക്കുന്ന ആ ഒരു മാർക്ക്. സോ കോമൺ സീൽ ഇല്ലാതെ ഒരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രവർത്തിക്കാൻ സാധിക്കില്ല. ആൻഡ് നെക്സ്റ്റ് വൺ, ഇറ്റ് ഹാസ് ലിമിറ്റഡ് liability. Limited liability. Usually companies are of two types, limited companies and unlimited companies. And what is the difference between limited and unlimited company? Limited companies are usually the members of the corporates are limited, or the liability of the members are limited. It's known as either it will be limited by shares or by guarantee. അല്ലേ, നിങ്ങൾക്കറിയാം ലിമിറ്റഡ് കമ്പനികൾ എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ബൈ ഷെയർസും ഉണ്ട്, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ യൂഷ്വലി ഇന്ത്യയിലുള്ള കമ്പനീസ് മിക്കവാറും എങ്ങനെയുള്ള കമ്പനീസാണ്, ലിമിറ്റഡ് കമ്പനീസാണ്. അൺലിമിറ്റഡ് കമ്പനീസ് സാധാരണ രീതിയിൽ, അൺലിമിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്പേഴ്സിൻ്റെ ആ ഒരു ലയബിലിറ്റി ലിമിറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ്, അതായത് ഏതെങ്കിലും എമർജൻസി റൈസ് ചെയ്യുന്ന സമയത്ത് മെമ്പേഴ്സ് ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് ദി കമ്പനി എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. സോ ദാറ്റ്സ് നോൺ ആസ് അൺലിമിറ്റഡ് കമ്പനീസ്. യൂഷ്വലി ഹിയർ നമ്മളെ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം the companies are usually formed as limited companies. That means the liability of members are limited. So these are the peculiar characteristics of a joint stock company. സാധാരണ രീതിയിലുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്തത് കണ്ടത്. നമ്മൾ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, കമ്പനികളുടെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്താ ഡെഫിനിഷൻ പഠിച്ചിട്ടുള്ളത്? Company is an association of many persons who contribute money or money's worth to a common stock and agrees to share the profit or loss arising therefrom. It's the definition for a company. കമ്പനിയുടെ ഇതാരാണ് ഈ കമ്പനിയുടെ ഡെഫിനിഷൻ തന്നിട്ടുള്ളത്? ഇറ്റ് ഈസ് ഗിവൺ കമ്പനീസ് ആക്ടിലാണോ ഈ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്? അല്ല, കമ്പനീസ് ആക്ടിൽ വളരെ നാരോ ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. അതേസമയം നമ്മൾ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കോർപ്പറേറ്റിൻ്റെ ഡെഫിനിഷനാണ് നമ്മളിവിടെ പഠിക്കാറുള്ളത്. ആൻഡ് ദ നെയിം ഈസ് ജസ്റ്റിസ് ലോർഡ് ലിൻഡ്ലി. ജസ്റ്റിസ് ലോർഡ് ലിൻഡ്ലി നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും ഫോർത്ത് സെമ്മിൽ പഠിക്കുന്ന സമയത്ത് Bcom. എന്തായാലും അതാണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഡെഫിനിഷനൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്തൊന്ന് വെച്ചോളൂ. നമുക്ക് എപ്പോഴെങ്കിലും അത് എന്ത് ചെയ്ത്, നമ്മൾ പഠിക്കുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. സോ കമ്പനീൻ്റെ ഡെഫിനിഷൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അത് നമ്മൾ മറന്നു പോയതാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആവും അല്ലേ. അപ്പോൾ കമ്പനീനെ കുറിച്ചിട്ടുള്ള ഏകദേശ ഒരു ധാരണയായി. ഇനി എന്താണ് ഈ ഗവേണൻസ്? എന്താണ് ഗവേണൻസ്? ഗവേണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു സംരംഭമുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ? ഗവൺമെൻറ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കൺട്രോൾ ചെയ്യാൻ, റെഗുലേറ്റ് ചെയ്യാൻ, നല്ല രീതിയിൽ നടത്താൻ അല്ലേ. ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യം. പല ഏരിയകളിലും പല ഫീൽഡുകളിലും എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ ആളുകളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ആര് നോക്കേണ്ടത്? ഗവൺമെൻറ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ ഗവൺമെൻറ് എന്നുള്ള വാക്കല്ല യൂസ് ചെയ്യുന്നത്, അതിന് പകരം യൂസ് ചെയ്തിട്ടുള്ളത് എന്താ? ഗവേണൻസ്. ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ഗവേണൻസ്? എന്താണ് ഗവേണൻസ്? ആൻഡ് ജസ്റ്റ് ഒരു ഒരൊറ്റ സെൻറ്റൻസ് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. ഗവേണൻസ് ഈസ് ദ മാനർ ഓഫ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ ആക്ഷൻസ് ഓഫ് ദ അഫെയേഴ്സ് ഓഫ് എൻ എൻറ്റിറ്റി. ദാറ്റ്സ് ഗവേണൻസ്. ഗവേണൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാനർ ഓഫ് ഡയറക്റ്റിംഗ്. ഡയറക്റ്റ് ചെയ്യുക അല്ലേ, ഗൈഡ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും. ഡയറക്റ്റ് ചെയ്യുക ആൻഡ് കൺട്രോൾ ചെയ്യുക. ഡയറക്ഷൻ, കൺട്രോൾ ഇതൊക്കെ ഒരുപാട് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഡയറക്ഷൻ ആൻഡ് കൺട്രോളിങ് ദ ആക്ഷൻസ് ആൻഡ് അഫെയേഴ്സ് ഓഫ് എൻ എൻറ്റിറ്റി. ആക്ഷൻസ് അതുപോലെ തന്നെ അഫെയേഴ്സ്, എന്തൊക്കെ ആക്ടിവിറ്റീസാണ്, എന്തൊക്കെ ഫങ്ഷൻസാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്, അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക, ഒന്ന് ഡയറക്റ്റ് ചെയ്യുക,
എന്നുള്ളതാണ് എവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഓഫ് എൻ എൻറ്റിറ്റി, ഒരു സ്ഥാപനം. ഓക്കെ, ആ സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഡയറക്റ്റ് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗവേണൻസ്. Then what will be corporate governance? If we are implementing a system of controlling and directing the affairs and activities in a corporate entity, it will be known as corporate governance. ആ ഒരു സംരംഭത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ കൂടിയിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലബ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്തത്? ഉദ്ദേശിച്ചത്. ആൻഡ് we should study one of the important definition of corporate governance, and it can be studied in the next class. Now we can conclude this class. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത് 5 മൊഡ്യൂളുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഒരു 5 മൊഡ്യൂളുകളെ നമ്മൾ പരിചയപ്പെട്ടു. കോർപ്പറേറ്റ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി, എന്താണ് ഗവേണൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ വിശദമായിട്ടുള്ള ക്ലാസ്സിലേക്ക് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് എന്ത് ചെയ്യാം? എൻ്റർ ചെയ്യാം. സോ all the best wishes for your studies. Hope all of you will study and will score the high marks in your PG and in your Mcom. And തീർച്ചയായിട്ടും നിങ്ങളെ അതിന് സജ്ജരാക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, thank you, and we will meet in the next class. Okay, bye.